കഴിഞ്ഞ ദിവസം നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു കപ്പൽ മുങ്ങിയതും അതിനകത്തുള്ള കണ്ടെയ്നറും എല്ലാം വെള്ളത്തിൽ പോയത് നിങ്ങൾക്കറിയാമല്ലോ. കപ്പലിനകത്തുള്ള ഇന്ധനം വെള്ളത്തിൽ കലർന്നിട്ട് അത് മത്സ്യങ്ങൾ കഴിക്കുകയും അവരുടെ ശരീരത്തിനകത്ത് PAH എന്ന് പറയുന്ന ഒരു രാസവസ്തു വരുന്നു. മനുഷ്യർ ഈ മത്സ്യങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ ഈ PAH മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് മത്സ്യങ്ങൾ കഴിക്കരുത് എന്ന തരത്തിലുള്ള ഒരു പ്രചരണം TV ചാനലുകളിലും ന്യൂസുകളിലും സോഷ്യൽ മീഡിയയിലും വ്യാപകമായിട്ടുണ്ട്. എന്നാൽ ഇതിൽ കാര്യമായിട്ട് സത്യാവസ്ഥയില്ല, ഭയപ്പെടേണ്ട കാര്യമില്ല. ഇതിന്റെ പേരിൽ നിങ്ങൾ മത്സ്യം കഴിക്കാതിരിക്കേണ്ട കാര്യമില്ല. കാരണം പറഞ്ഞുതരാം. ഒന്നാമത്തത്, വെള്ളത്തിൽ മുങ്ങി കഴിയുന്ന ഈ കപ്പലിനകത്ത് നിന്നും വളരെ കാര്യമായിട്ടുള്ള ഈ ഫ്യൂവൽ കടലിൽ ലീക്കിംഗ് കാര്യമായിട്ട് വരുന്നില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, ലീക്ക് വരുന്നതാണെങ്കിൽ കൂടുതലും അപ്പോൾ തന്നെ വേപ്പറായി നഷ്ടപ്പെട്ടു പോകും. കടലിൽ കാലങ്ങളോളം ഇവ ഒഴുകി നടക്കുന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി മത്സ്യങ്ങളുടെ ഉള്ളിലേക്ക് ഈ രാസവസ്തു ഇന്ധനം എത്തിയിരുന്നാലും PAH ചെറിയ മത്സ്യങ്ങളുടെ ഉള്ളിൽ മാത്രമേ അത് വരത്തുള്ളൂ. വലിയ മത്സ്യങ്ങൾക്കകത്ത് അവയുടെ ദഹന വ്യൂഹത്തിനകത്ത് ഈ PAH-നെ നശിപ്പിച്ച് കളയാനുള്ള ശേഷിയുണ്ട്. അതുകൊണ്ട് വലിയ മത്സ്യങ്ങൾക്ക് ഈ പറയുന്ന പ്രോബ്ലം ഇല്ല. ഇനി ചെറിയ മത്സ്യങ്ങൾക്കകത്ത് സപ്പോസ് ഈ PAH ഉണ്ടെങ്കിൽ തന്നെയും ചെറിയ മത്സ്യങ്ങൾ പാകം ചെയ്ത് കഴിക്കുമ്പോൾ ഒരു പെട്രോളിന്റെ രുചി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. മത്സ്യങ്ങൾക്ക് പെട്രോളിന്റെ രുചി ഫീൽ ചെയ്താൽ നിങ്ങൾ അപ്പൊ ഒഴിവാക്കുക, അല്ലാതെ ഭയപ്പെടേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ നന്നായിട്ട്, നമ്മൾ പച്ചക്കല്ലല്ലോ മത്സ്യങ്ങൾ കഴിക്കുന്നത്, നമ്മൾ വേവിച്ചിട്ട് കറി വെച്ചിട്ടോ പൊരിച്ചിട്ടോ ആണ് കഴിക്കുന്നത്. പൊരിക്കുകയോ കറി വയ്ക്കുകയോ ചെയ്യുമ്പോൾ ഉയർന്ന ടെമ്പറേച്ചറിൽ ഈ PAH കൂടുതലും ഡിസിന്റഗ്രേറ്റ് ചെയ്ത് പോകും എന്നല്ലാതെ ഇവ അവിടെ നിന്ന് കൃത്യമായി മനുഷ്യ ശരീരത്തിലേക്ക് വരുന്നില്ല. നിങ്ങൾ ഭയപ്പെടേണ്ട കാര്യമില്ല. മാത്രമല്ല, 1-2 ദിവസം ഇത്തരത്തിൽ PAH കലർന്ന മത്സ്യം കഴിച്ചു എന്ന് കരുതി ഉടൻ തന്നെ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടാകാൻ പോകുന്നില്ല. തുടർച്ചയായിട്ട് നമ്മൾ ഇത്തരത്തിൽ മത്സ്യങ്ങൾ അല്ലെങ്കിൽ PAH ഉള്ളിൽ ചെന്നാൽ മാത്രമേ ക്യാൻസറിലേക്ക് എത്തുള്ളൂ. അതിന് നമ്മൾ ഇത്തരത്തിലുള്ള മത്സ്യങ്ങളുടെ പുറകെ പോകേണ്ട കാര്യമില്ല. നമ്മൾ ഹോട്ടലിൽ നിന്ന് വാങ്ങുന്ന കരിച്ചു മരിച്ച ഭക്ഷണങ്ങൾ, നമ്മൾ തീയിൽ ചുട്ടെടുത്തുള്ള ഇറച്ചി വിഭാഗങ്ങളില്ലേ, അവയിലെല്ലാം തന്നെ തീയിൽ ചുട്ടെടുക്കുമ്പോഴോ ഗ്യാസിനകത്ത് നേരിട്ട് കുക്ക് ചെയ്യുമ്പോഴോ, പ്രത്യേകിച്ച് പപ്പടം നമ്മൾ ഗ്യാസിൽ ചുട്ടെടുക്കുന്നു, പലപ്പോഴും നമ്മൾ ഫുൽക്ക ഉണ്ടാക്കത്തില്ല. അതായത് ചപ്പാത്തി നമ്മൾ ഗ്യാസിൽ നേരിട്ട് ബർണറിൽ ചുട്ടെടുക്കുകയില്ലേ, അതിനകത്ത് PAH ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് പാവം മത്സ്യങ്ങളെ ഇതിന്റെ പേരിൽ കുറ്റം പറഞ്ഞ് നിങ്ങൾ ഒഴിവാക്കേണ്ട കാര്യമില്ല. കേരള തീരത്ത് വരുന്ന മത്സ്യങ്ങൾ ഈ ആലപ്പുഴ എറണാകുളം ഭാഗത്ത് നിന്ന് മാത്രമല്ല, കേരളത്തിലെ കോയമ്പത്തൂർ മുതൽ പോലുള്ള സ്ഥലങ്ങളിൽ തമിഴ്നാട്ടിൽ നിന്നും വരുന്ന മത്സ്യങ്ങൾ കേരളത്തിൽ ധാരാളമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത്തരത്തിൽ യാതൊരു തരത്തിലും പേടിക്കാതെ ധൈര്യമായിട്ട് മത്സ്യങ്ങൾ കഴിക്കുക.